ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്നപ്പോ ഒരു കന്യാസ്ത്രീമാരെ കാണാൻ പോയപ്പം കന്യാസ്ത്രീനോട് കുസൃതി ചോദ്യം ചോദിച്ചു, സാർ പള്ളിയിലൊക്കെ പോവോ ചോദിച്ചു. എനിക്ക് മനസ്സിലായി എന്നെ ഒന്ന് കൈകാര്യം ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് കേട്ടിട്ടുണ്ടോ? റോമിൽ മാർപ്പാപ്പായുടെ പള്ളി ഉണ്ട്, അവിടെ പോയിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല, എങ്കിൽ ഞാനവിടെ പോയിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് സ്വരാജിന് വേണ്ടിയാണ്, എന്റെ കാര്യം പറയാനില്ല. പള്ളിയും മസ്ജിദും ആരാധനാലയങ്ങളെയും എല്ലാം ആദരവോടുകൂടി കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അല്ല എന്നുള്ള കല്ലുവെച്ച നുണ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കല്ലുവെച്ച നുണയാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് പുലാമന്തോളിൽ EMS പള്ളി ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് അവിടെ പുതുതായി പള്ളി കെട്ടാനുള്ള അനുമതി കൊടുത്തത്. EMS വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ, മുഖ്യമന്ത്രിയായിട്ട് പോകാൻ വരുമ്പോ ആ പള്ളി അവിടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ ചെന്ന് വഴി ചെന്ന് ഈ കടലാസുമായിട്ട് നിന്നു. ആ കഥയെല്ലാം ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പം M സ്വരാജിനെതിരായി, ചെങ്കൊടി പ്രസ്ഥാനത്തിനെതിരായി, പല കൊടികളുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനെതിരായി കള്ളപ്രചാര വേലകൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് തുറന്നു കാട്ടി സത്യം എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടക്കണം. അവസാനം സ്വരാജിനെ ജയിപ്പിക്കുകയല്ലേ വേണ്ടത്? ഈ കള്ളപ്രചാര വേലയെല്ലാം തുറന്നു കാട്ടി നടക്കുന്നതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും നടക്കണം. സ്വരാജിനെ ജയിപ്പിക്കേണ്ടതാണ് എന്ന ഒരു വികാരം, ഒരു വിചാരം, ഒരു ആലോചന സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപന നിമിഷം മുതൽ ഈ മണ്ഡലത്തിൽ തുടിക്കുന്നുണ്ട്, ത്രസിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെപ്പോലെ കുറച്ചൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി അവശേഷിക്കുന്ന മണിക്കൂറുകളും മിനിറ്റുകളും നാം ചെയ്യേണ്ടതാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടന തീരുമാനിച്ച് നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗമായി വരാൻ തയ്യാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇന്നലെ വരെയോ ഇന്ന് വരെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ UDFന്റെയോ ഭാഗമായി നിന്നിരുന്നവർ അത് തെറ്റാണ് എന്ന് ക്രമേണ തിരിച്ചറിഞ്ഞ് സ്വരാജിനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സന്നദ്ധത ഉണ്ട് എന്ന് തോന്നുന്നവരെ കണ്ട് അവരുമായി സംസാരിച്ച് അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ. അതാണ് സ്വരാജ് ഒരു വാചകത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ വോട്ടുകൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ ഓരോന്നും നേടിയെടുക്കാനുള്ള പ്രവർത്തനം ഇനിയുള്ള നിമിഷങ്ങൾ നടത്തണം. കോൺഗ്രസുകാരനായ പ്രശസ്ത എഴുത്തുകാരൻ പപ്പേട്ടൻ എന്ന ശ്രീ T. പത്മനാഭൻ പറഞ്ഞ കാര്യം അതൊരു സന്ദേശമായി ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തണം. അതുപോലെ ഈ പറഞ്ഞ M. മുകുന്ദൻ, KR മീര, ബെന്യാമിൻ, കവി സച്ചിദാനന്ദൻ, അങ്ങനെ എത്രയോ പേർ. ചില പേരുകൾ മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിലമ്പൂർ ഐഷ ചേച്ചി, അത് പറയാതെ നല്ല കഥയായി. നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഒരു വലിയ പോരാളിയല്ലേ നിലമ്പൂർ ഐഷ ചേച്ചി. രാഷ്ട്രീയ രംഗത്ത് KR ഗൗരിയമ്മ എന്താണോ അതാണ് സാംസ്കാരിക ലോകത്ത് നിലമ്പൂർ ഐഷ ചേച്ചി. അപ്പോൾ ഓരോ ഓർമ്മകൾ വരും. EK പറഞ്ഞു, നിലമ്പൂർ ബാലൻ ചേട്ടനുണ്ട്, അഭിനേതാവ്. ഒരർത്ഥത്തിൽ KT മുഹമ്മദ് ഉണ്ട്. KT മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ EKM ഇതൊരു നല്ല മനസ്സിലാകാൻ നോക്ക് എന്ന് നാടകം എഴുതിയതുപോലെ KT മുഹമ്മദിന്റെ ഒരു നാടകമുണ്ട്, ഇത് ഭൂമിയാണ്. ഇത് ഭൂമിയാണെന്ന് ഓർത്തുകൊണ്ട് നാം ജീവിക്കണം. വലിയ സന്ദേശമുള്ള ഒരു നാടകമാണ്. ഇത്രയും പറഞ്ഞപ്പോ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നത്,
ആദ്യം വേണമെങ്കിൽ പറയാവുന്ന, എന്നാൽ നമ്മുടെ ഓർമ്മയിൽ നിരന്തരം തുടിച്ചു നിൽക്കേണ്ട ഒരു പേര് സഖാവ് കുഞ്ഞാലിയുടെ പേര്, രക്തസാക്ഷി സഖാവ് കുഞ്ഞാലിയുടെ പേര്. ചുറ്റി അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ അല്പസ്വല്പം വ്യത്യാസമൊക്കെ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ച സഖാവ് കുഞ്ഞാലി. അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ ഭൂരഹിതരുടെ പോരാട്ട നായകനായ സഖാവ് കുഞ്ഞാലിയെ MLA ആയിരിക്കുമ്പോൾ വെടിവെച്ചു വന്നു. ആര് ചേർന്നാണ് സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നത്? പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഓരോ വോട്ടറും ഒരു നിമിഷം സഖാവ് കുഞ്ഞാലിയെ സ്മരിക്കണം. സഖാവ് കുഞ്ഞാലിയുടെ ജീവൻ കവർന്നെടുത്തവർക്കോടും സഖാവ് കുഞ്ഞാലിയുടെ ജീവൻ കവർന്നെടുത്ത ആ വധക്കേസിലെ പ്രതികളായിരുന്നവരുടെയും പിന്മുറക്കാരോട് കണക്ക് ചോദിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ നാം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പതാകയും അതിന്റെ ചിഹ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഈ മണ്ഡലത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അതൊരു പ്രഖ്യാപനം കൂടിയാണ്. കേരളത്തിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള ക്ഷേമ പദ്ധതികളുമായും മധ്യവരുമാന രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് സാമ്പത്തികമായി കേരളത്തെ വളർത്താനുള്ള ഒരു പുതുകേരളം കെട്ടിപ്പിടിക്കാനുള്ള സമഗ്രമായ ശാസ്ത്രീയമായ സൂക്ഷ്മമായ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ടു പോകുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ പ്രസ്ഥാനത്തിന് ഒരു തുടർഭരണം നൽകാൻ കേരള ജനത ഗൗരവമായി കരുക്കൾ നീക്കുമ്പോൾ അതിന് കരുത്തു പകരുന്ന തീരുമാനമായി നിലമ്പൂരിന്റെ വിജയം മാറണം, സഖാവ് സ്വരാജിന്റെ വിജയം മാറണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനം.